നമസ്കാരം, ഞാൻ ബോസ് പറക്കാട്ട്. നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ നട്ടേക്കണ മാതള നാരങ്ങയാണ്. ഈ മാതള നാരങ്ങ ഞാൻ മേടിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചത്. ബഡ് തൈയാണ് മേടിച്ചത്. ബഡ് തൈ മേടിച്ചിട്ട് ഇപ്പോൾ 6 മാസം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഒരു പൂത്ത് അതൊക്കെ അതിൻ്റെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് 1.5 വർഷമായി രണ്ടാമത് കായ്ച്ചതാണ് ഇതെല്ലാം. ചെറിയ മുട്ടായിരുന്നിട്ട് ആദ്യം ആ ചെറിയ മുട്ട കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ പൂവായി വിരിഞ്ഞ് ഇഷ്ടംമാതിരി നമ്മുടെ ഇതിലുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പൂ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലുള്ള കായ ഇതൊക്കെ ഇഷ്ടംമാതിരി കായ ഇങ്ങനെ ഉണ്ടായി. നമ്മുടെ വീടുകൾക്കൊക്കെ നമുക്കിത് കൃഷി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇഷ്ടംമാതിരി കായുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുറച്ച് ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെയിൽ ഏറെ ഏക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇഷ്ടംമാതിരി കായ ഇതിൽ ഉണ്ടായി കിടക്കുകയാണ്. ആദ്യമൊക്കെ നമുക്ക് ഇതിൽ ഒന്നും ചെറുതായിട്ട് ഇത് കൊഴിഞ്ഞു പോയത്, പിന്നെ വീണ്ടും രണ്ടാമത് കിളുത്ത് വന്നതാണ്. നമ്മൾ ശരിക്കും ഇതിനെ നോക്കി പരിശ്രമിച്ചാൽ നമ്മുടെ വീടുകൾക്കൊക്കെ ഇഷ്ടംമാതിരി മാതള നാരങ്ങ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഇത് കണ്ട ഇഷ്ടംമാതിരി ഉണ്ട്, ഒരുപാട് ഉണ്ടാക്കിക്കിടക്കി. ഇതിൻ്റെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാവലം നമുക്ക് തന്നതാണ്. അന്ന് ഇത്ര പോരായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഉണ്ടായതാണ്. 1.5 വർഷത്തോടുകൂടിയാണ് ഇഷ്ടംമാതിരി നമ്മുടെ വീടുകൾക്ക് ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ മാതളനാരകത്തിൽ എന്തെല്ലാം വളപ്രയോഗം ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് കുമ്മായിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് നമുക്ക് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വീഴ്ച കിട്ടാൻ വേണ്ടിയാണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലായനി പോലെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് ചാണകപ്പൊടി, ഇതെല്ലാം കൂടി ഒരു ലായനി പോലെ ഉണ്ടാക്കുക. ലായനി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു കപ്പ് ഇതിൽ 10 ലിറ്റർ വെള്ളം, 10 കപ്പ് വെള്ളമെങ്കിലും നമ്മൾ ഒഴിക്കണം. ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മിസ്സിങ് ആവുള്ളൂ. ഒറ്റ കപ്പ് തന്നെ ഒഴിക്കുക. ആ മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ ഓരോ കപ്പ് വെള്ളം നമ്മളിതിൽ ഒഴിക്കുക. ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീടുകൾക്കൊക്കെ ടെറസിന് വേണ്ടി ഇതുപോലെ തന്നെ വിഷമില്ലാത്ത മാതള നാരങ്ങ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലത്തെ വിഷമില്ലാത്ത മാതള നാരങ്ങ. ഇത് നേരത്തെ ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ രണ്ടാമത് ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല വെയിലാണ്. ആ വെയിൽ സമയത്ത് കുറച്ച് നമ്മൾ ഈ ചൂട്ടിൽ കുറച്ച് ഇതുപോലത്തെ തന്നെ ഈ ചപ്പ് വെട്ടിയിടുകയാണെങ്കിൽ അത്രയും വെയിൽ വേറെ ഏക്കില്ല. അപ്പോൾ ഇതുപോലെ ഇടുക. അതുപോലെ തന്നെ ഈ ലായിന് ഇടയ്ക്കൊക്കെ ഒഴിക്കുക. കുറച്ച് എല്ലുപൊടി ഇടുക, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഒരു മാസം കഴിയുമ്പോൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക. ഇതുപോലെ തന്നെ ഇഷ്ടംമാതിരി കാവലം ഉണ്ടാകും. നമ്മുടെയൊക്കെ ടെറസിൻ്റെ വീട്ടിൽ എല്ലാവർക്കും നടാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ നട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന കാവലങ്ങളാണ്. ഇഷ്ടംമാതിരി കാവലം ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ, ഇഷ്ടംമാതിരി കാവലം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിഷമില്ലാത്ത നമ്മുടെ കടയിലൊക്കെ പോയി മുഴുവനും മരുന്നടിച്ചതാണ്. ഇത് മരുന്നടിക്കാത്ത ഒറിജിനൽ മാതള നാരങ്ങയാണ്. ഒറിജിനലായിട്ട് ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് കൂടി വന്നാൽ ചിലപ്പോൾ ഒരു 200 ഗ്രാം 300 ഗ്രാമൊക്കെ ഉണ്ടാവും. നമുക്ക് പറിച്ച് നമുക്ക് നമ്മുടെ വീടുകൾക്കൊക്കെ കഴിക്കാവുന്ന മാതള നാരങ്ങയാണ്. ഇനിയും ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും.